എല്ലാ സാധനത്തിലും ചാറ്റ് മസാല ഇടും കേട്ടോ. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പം മച്ചാൻ വരെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട എപ്പിസോഡ് നമ്മൾ കർണാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത് വരെയും പിന്നെ നമ്മുടെ ആ ഒരു സിംടാക്കിൻ്റെ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നവരൊക്കെയായിരിക്കും കണ്ടിട്ടുള്ളത്. അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഇവരൊന്ന് കണ്ടിട്ട് വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഈ റൈഡ് വരുന്നു, കർണാൽ എത്തുന്നു, അവരെ ഒന്ന് പരിചയപ്പെടുന്നു, അവരെടുത്ത് പുറത്തൊരിടത്ത് സ്റ്റേ എടുക്കുന്നു, തിരിച്ച് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം മണി 10:45 നമ്മൾ പോകുന്ന നേരെ മണാലി, നമ്മുടെ സാബിബ്രോയുടെ മണാലിയിലുള്ള ആദം 7 എന്ന് പറഞ്ഞൊരു സ്റ്റേയിലേക്കാണ് കേട്ടോ. ഈ ഒരു സ്റ്റേ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും നിന്നതാണ്. ഇത്തവണ നമ്മുടെ ഫ്രണ്ട് ചാർലി അവൻ പോയപ്പോഴും ആ ഒരു സ്റ്റേ ആണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. വലിയ സെറ്റപ്പ് ഒന്നും അല്ല ഈ പറഞ്ഞ പോലെ, പക്ഷേ നമുക്ക് നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേ, നമ്മുടെ കാര്യം നോക്കി നമുക്ക് ആ ഒരു സ്റ്റേയിൽ നിൽക്കാൻ പറ്റും. വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. ഇപ്പോൾ മണാലിയിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് വൈകുന്നേരങ്ങളിൽ ചെറുതായിട്ട് മഴയുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. റോഡൊക്കെ ഓപ്പൺ ആണെന്ന് ഞാനിപ്പോൾ സാബി ബ്രോയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചൂട് കൊണ്ട് ഈ ഒരു 11:30 മണി സമയത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ലൊക്കേഷനിലെത്താനായിട്ട്, അത് സാബി ബ്രോയുടെ ആദം 7 എന്ന് പറഞ്ഞ ഒരു സ്റ്റേയിലേക്ക് എത്താനായിട്ട് 325 കിലോമീറ്ററാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കർണാൽ പഞ്ചാബ് റോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഹൈവേയിലൊക്കെ എപ്പോഴും നല്ല റഷാണ് കേട്ടോ. സാധാരണ ഒരു സിറ്റിയിലൊക്കെ ഉള്ള തിരക്ക് പോലെയാണ് ഇവിടെ ഹൈവേയിലുള്ള തിരക്ക്. ഒരുപാട് ട്രക്കുകളും കാറുകളും എല്ലാം തെരാപാര അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എന്താവശ്യത്തിന് എങ്ങോട്ട് പോകണമെന്ന് ആർക്കറിയാം അല്ലേ. നമ്മളിനി ചണ്ഡീഗഡ് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ഒരു സ്ഥലപ്പേരുണ്ടോ, കൈതൽ കൊള്ളാല്ലേ, പൈതൽ, കൈതൽ, ഒരുപാട് വെറൈറ്റി പേരുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ. ചിലതൊക്കെ നമുക്ക് ചിരി വരും, അത് വേറെ കാര്യം, എന്നാലും കൊള്ളാം. ഇതാ നമ്മുടെ ലെഫ്റ്റിൽ വേറെ 2 റൈഡേഴ്സ് വരുന്നുണ്ട്. ദ വുമൺ ഹൂ ഡ്രൈവ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അവരുടെ ചാനലൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരും സൈഡിൽ ഒരു മെറ്റിയോറിൽ പോകുന്നു. പക്ഷേ മെറ്റിയോറിൻ്റെ ടാങ്കിൽ വേറൊരു പെയിൻറ്റ് സ്കീമാണ് ചെയ്തിരിക്കുന്നത്. അത് പുതിയ മെറ്റിയോർ ആണോ അതോ വേറെ ഏതെങ്കിലും കളർ സ്കീം ചെയ്തതാണോ എന്നറിയില്ല കേട്ടോ. എന്നാലും കൊള്ളാം. അങ്ങനെ ഗൈസ് നമ്മൾ ചണ്ഡീഗഡ് എത്തി കേട്ടോ. ചണ്ഡീഗഡ് എത്തി. ഇപ്പോൾ ഇതാ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് നമ്മൾ ജ്യൂസും പിന്നെ ഇതാ ഇവിടെ നിന്ന് സോഡ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചേട്ടാ. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ വന്ന് വെള്ളം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോഴോ നമുക്ക് പറ്റുന്നൊരു പണി എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാത്തിലും എന്ത് ചേർക്കും? എല്ലാ സാധനത്തിലും ചാറ്റ് മസാല ഇടും കേട്ടോ. എടാ നോക്കടാ, ഒരാൾ പട്ടിയും കൊണ്ട് റൈഡിന് പോണു. വാവ്. അങ്ങനെ ഗൈസ് നമ്മൾ പഞ്ചാബിലാണുള്ളതെന്ന് പറഞ്ഞില്ലേ. പഞ്ചാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഈ തലയിൽ ടർപ്പം കെട്ടിയ ആൾക്കാരെ. ഇത് എങ്ങനെ ഇവർ കെട്ടിയെടുക്കുന്നതാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവരുടെ കാറ്റഗറി അനുസരിച്ചിട്ട് ഈ ടർബനിലും വ്യത്യാസം വരുമെന്നാണ് ഞാൻ മുന്നേ കേട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ വിരസമായ യാത്രയ്ക്ക് ശേഷം ഇതാ നമ്മൾ മലനിരകൾ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ നിന്നൊരു കർണാടക വണ്ടി പോകുന്നു, ഫുള്ള് ലോഡഡായിട്ട്. ഒരു KTM ഡ്യൂക്ക് 390 ആണ് കേട്ടോ. ഫുള്ളി ലോഡഡ്, ബാഗൊക്കെ വലിച്ചു വാരി സൈഡിലൊക്കെ കെട്ടി അവർ മാക്സിമം ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വണ്ടി. കൊള്ളാം, എന്തായാലും അടിപൊളി. അപ്പം ഇനി ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട് കേട്ടോ മണാലിയിൽ നമ്മുടെ ആ ഒരു സ്റ്റേയിലെത്താനായിട്ട്. അപ്പോൾ എന്താ മച്ചാന്മാർ, ബാംഗ്ലൂരിലുള്ള മച്ചാന്മാർ പറന്ന് പോകുന്നുണ്ട്. തോളിലൊരു ബാഗ്, 2 സൈഡിൽ 2 ബാഗ്, ബാക്കിലൊരു ബാഗ്, ഫ്രണ്ടിലൊരു ബാഗ്, അങ്ങനെ ഫുൾ ബാഗായിട്ടൊക്കെ പോവാണ്. ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ മാറുന്നത്. ഇപ്പോൾ വലിയ കയറ്റങ്ങൾ ഇങ്ങനെ കയറി തുടങ്ങിയായി. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഹിമാചൽ പ്രദേശിലോട്ട് എൻ്ററായി എന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ മണാലിയിലോട്ട് പോകുന്നതിൻ്റെ ആദ്യത്തെ ടണലിൽ കയറാൻ കേട്ടോ. 1800 മീറ്ററാണ് ഈ ഒരു ടണൽ നമ്പർ 1. ഇതുപോലെ എനിക്ക് തോന്നുന്നു 13 14 ടണൽ എന്തോ ഉണ്ട് നമുക്ക് മണാലിയിലേക്ക് പോകാനായിട്ട്. അപ്പം ആദ്യത്തെ ടണലിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു സൺഷീൽഡ്, അതായത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ അകത്ത് വരുന്ന ഡ്യുവൽ വൈസറിനുള്ളിലുള്ള അത് താഴ്ത്തിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് ഫുള്ള് ഇരുട്ടായിട്ട് തോന്നിയത് കേട്ടോ. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ടേ. ഞാൻ വെറുതെ ലൈറ്റൊക്കെ ഓണാക്കി. കഴിഞ്ഞ തവണ വന്നപ്പം രാത്രി ആയതുകൊണ്ട് ഈ ഒരു റൂട്ടൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല. ഫുള്ള് തിരക്കില്ലാതെ ഞാനും മേഘനാഥും കൂടെ ഈ ഒരു വഴി പാഞ്ഞു പോവുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 11-12 മണി ടൈമിലാണ് കഴിഞ്ഞ തവണ ഇതുവഴി പോയത്. നോക്ക്, പാറയൊക്കെ ഇടിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് സൈഡിൽ നെറ്റൊക്കെ ഇട്ട് കെട്ടി വെച്ചൊക്കെയാണ്. അങ്ങനെ നമ്മളിതാ മന്ദം അടുത്ത ടണലിലേക്ക് കയറാൻ പോകണം കേട്ടോ. കൊള്ളാം. ഇതുപോലെ എത്ര ടണലുണ്ടെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതിപ്പോൾ ടണൽ നമ്പർ 2.
യാത്രകളെ സ്നേഹിക്കുന്ന ഒരാളുടെ മനസ്സിൽ ആദ്യം, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരും മലയാളിയെടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും നമ്മുടെ ലഡാക്ക് അല്ലെങ്കിൽ മണാലി, കുളു ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലം. അപ്പം ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലൈഫിലെ കുറച്ച് തവണയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. വെറുതെ നമ്മൾ ബൈക്ക് ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റൊക്കെ നമ്മൾ വന്ന് വെറുതെ മണാലിയിൽ നിന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഓടിക്കുന്ന പോലെ അല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ സ്വന്തം ബൈക്കിൽ ഓടിച്ച് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്തുമ്പോൾ കിട്ടുന്നൊരു ഫീലും രണ്ടും രണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, നമ്മൾ ഷെയർ ചെയ്ത അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ കുറേ കാര്യങ്ങൾ എല്ലാം കൂടെ വെച്ചാണ് നമ്മുടെ ആ ഒരു യാത്ര തന്നെ നമുക്ക് അത്രയും മെമ്മറബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ പോകാനേട്ടാ. ഇവിടെ 93.38 ഹിമാചൽ പ്രദേശിൽ പെട്രോളിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മൾ ജെറി ക്യാനിലും കൂടെ പെട്രോൾ നിറയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നമ്മൾ സ്പീതിയിലൊക്കെ പോകുമ്പോൾ എന്തായാലും നമുക്ക് പെട്രോളിൻ്റെ ആവശ്യം വരും കേട്ടോ. താഴ്വാരമൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകയാണ്. ഫുള്ള് വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇത്രയും നീളം കൂടിയ പാലം എങ്ങനെ സെറ്റ് ചെയ്തെടുത്തുന്നാണ് എൻ്റെ അമ്മോ. അതിനൊക്കെ നമ്മുടെ BROനെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഭരണാധികാരികളെയൊക്കെ സമ്മതിക്കണം. ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും വീതി കൂടിയ ഈ ഒരു ഇതെന്ത് സംഭവമാണെന്നുണ്ടോ അതിൻ്റെ കുറുകെ അവർ ഇത്രയും വലിയ പാലമൊക്കെ ചെയ്തില്ലേ, അതിന് അവർ സമ്മതിച്ചേ പറ്റുള്ളൂ. തുണ്ണു എന്നുള്ള സ്ഥലം ഇതാ നമ്മുടെ ടണൽ നമ്പർ 3. ഇപ്പോൾ ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ, നല്ല നോർമൽ ടെമ്പറേച്ചറാണ്. അറൗണ്ട് ഒരു 20-21 ഇവിടുത്തെ മണാലിയിലത്തെ ഇപ്പോഴത്തെ കറണ്ട് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ. ഇതാ ഇവിടെ വെച്ച് റോഡ് രണ്ടായിട്ട് തിരിയാണ്. റൈറ്റ് സൈഡിലോട്ട് ഷിംലയിലേക്കും ലെഫ്റ്റ് സൈഡിലേക്ക് മണാലിയിലേക്കും. ഷിംലയ്ക്ക് ഇവിടെ നിന്ന് 82 കിലോമീറ്റർ, മണാലിയിലേക്ക് 190 സംതിങ് ആയിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. ഇത് ബിലാസ്പൂർ. ബിലാസ്പൂർ. ഞാൻ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലപ്പേരൊന്നും എനിക്ക് ഒരൊറ്റ ഓർമ്മ പോലും ഇല്ല, ഒരു സ്ഥലപ്പേര് ഓർമ്മയില്ല. 1-2 സ്ഥലപ്പേരുകൾ മാത്രമേ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയട്ടെ, ഇത് കൊതി എന്നാണ് കേട്ടോ. അതായത് കൊതി, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊതിയാവുന്നു അറിയില്ലേ, അതുപോലെ കൊതി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കൊള്ളാല്ലേ? അപ്പോൾ ഗൈസ് അങ്ങനെ 4ാമത്തെ ടണലിൽ കയറാൻ പോവുകയാണേ. ഓക്കെ ഗൈസ്, നമ്മളിതാ അടുത്ത ടണലിലേക്ക് കയറി. ടണൽ നമ്പർ 5 കേട്ടോ ഇപ്പം നമ്മൾ കയറുന്നത്. നല്ല രസമുണ്ടല്ലേ, നമ്മൾ പിള്ളേർ പടം വരച്ച് വെച്ചതുപോലെ ഇരിപ്പുണ്ട്. നീല കളർ ഇതൊക്കെ അടിച്ച് ടണൽ സെറ്റപ്പ് ചെയ്യണം. നമ്മൾ ടണൽ നമ്പർ 5 കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇവിടെ മലയിടിഞ്ഞ് തറയിൽ കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ സൈഡ് ലെഫ്റ്റ് സൈഡിലെ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തുമാത്രം മണ്ണും കല്ലൊക്കെയാണ് ഇങ്ങനെ ഇടിഞ്ഞ് റോഡിൽ വന്ന് കിടക്കുന്നതെന്ന് നോക്കും. ഗൈസ് നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് മണാലിയിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി 120 കിലോമീറ്റർ മാത്രം. ഇവിടെ ഉള്ള ഒരു ലാൻഡ്സ്കേപ്പൊക്കെ നോക്ക്. പെട്ടെന്നാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ മാറിയത് കേട്ടോ. നമ്മളൊരു മല കയറി ഇങ്ങ് വന്നപ്പോൾ പെട്ടെന്ന് എല്ലാം അങ്ങ് മാറി, ഒറ്റയടിക്ക് അങ്ങ് മാറി. ഗൈസ് ഇപ്പോൾ സമയം 6:45 ഇപ്പോൾ ഇവിടെയുള്ള കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. 6:45 ഇവിടുത്തെ സൺലൈറ്റ് ഒന്നും പോയിട്ടില്ല, സൺസെറ്റ് ആയിട്ടില്ല. സൺസെറ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഫുള്ള് ഒരു സൈഡിൽ മലയൊക്കെ ഇടിഞ്ഞ് വീണ് ആകെ ഇങ്ങനെ കുളമായിട്ടൊക്കെ കിടന്നതാണ്. ഇപ്പോൾ മഴ പെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഫുള്ള് ഡസ്റ്റ് ഇങ്ങനെ പൊടി ഇങ്ങനെ പറന്ന് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ ബൈക്കിൻ്റെ എൻജിൻ വാർണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടെ, ഇടയ്ക്കിടയ്ക്ക് വാർണിംഗ് ലൈറ്റൊക്കെ ഇപ്പം കത്തുന്നുണ്ട്. നമ്മുടെ ബൈക്ക് ഇപ്പോൾ ഏകദേശം 70,000 കിലോമീറ്റർ ആവാറായി, 65,000 കിലോമീറ്റർ ആയി എക്സാക്ട്ലി. അപ്പോൾ ഇനി വണ്ടിയുടെ എൻജിൻ പണിയൊക്കെ ചെയ്യേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി നാട്ടിൽ പോയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ആക്ച്വലി ഈ ഒരു റൈഡ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ എക്സ്പൾസിൽ, നമ്മുടെ റായ്സിലായിരുന്നു. അപ്പം അത് ആളെണ്ണം കൂടിയപ്പോഴും നമ്മുടെ പ്ലാനിൽ വ്യത്യാസം വന്നപ്പോഴും നമ്മൾ നേരെ ഹിമാലയയിലോട്ട് മാറിയതാണ്. ഇപ്പോൾ മന്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ നല്ല റഷ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെ ഒരു വലിയ ബസ് സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട്. അവിടെ ഈ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇറങ്ങി പല സ്ഥലത്തോട്ടൊക്കെ മാറിയൊക്കെ പോകുന്നൊരു സ്ഥലമാണ്. ഒരു ടൗൺ, നല്ല അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ടൗണാണ്. അപ്പോൾ മണാലിയിലേക്ക് പോകുമ്പോൾ ഉള്ള ആദ്യത്തെ ടൗണാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു മന്തി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അടുത്ത അങ്ങനെ നമ്മളിതാ മണലാരുണ്യങ്ങളിലൂടെ പോകുന്നത് പോലെ നമ്മൾ ഈ മലയാരുണ്യങ്ങളിലൂടെ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ ഒരു വണ്ടിയുടെ ബാക്കിൽ നിന്ന് അടുത്തൊരു വണ്ടിയുടെ ബാക്ക് വരേക്കും നല്ല ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചവിട്ടും. നമ്മൾ ഇവിടെ ചവിട്ടിയാലും പിടിച്ചാലും നിൽക്കില്ല, മണ്ണാണ്, ചരലാണ്, ചരക്കി അങ്ങ് പോവും. അപ്പം കഴിഞ്ഞവണ ഞാൻ വന്നപ്പോൾ അങ്ങനെ ഒരു വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസൊക്കെ ഇട്ട് വേണം നമുക്കിങ്ങനെ പോകാനായിട്ട്. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയണമെന്ന് വിചാരിച്ചാണ്, മറന്നുപോയി. ബട്ട് ഐ ഹാവ് ടു സേ ടു ദം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടുത്തെ ഒരു ഡാമിൻ്റെ അടുത്ത് എത്തിയേട്ടാ. ഇത് ഏത് ഡാമാണോ എന്തോ, ഇത് പദോം ഡാം. പദോങ് ഡാങ് തെറ്റി പോണു. ഇത്
പണ്ടോ ഡാം. ഓക്കെ ശരി, പണ്ടോ ഡാം. അത് PANDOHDAM, പണ്ടോ ഡാം എന്ന് പറഞ്ഞ ഡാം ക്രോസ് ചെയ്ത് നമ്മൾ പോകുകയാണ്. ഇത്ര നേരം ചൂടടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് തണുത്ത കാറ്റടിച്ചപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ പോയി കുളു കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമുക്ക് പാസ് എടുക്കേണ്ടതുണ്ട്. വണ്ടിക്ക് എത്ര രൂപ, 200, 50, 60, 80 അങ്ങനെ എന്തോ പാസ്സൊക്കെ എടുക്കാനുണ്ട്. നമുക്ക് നോക്കാം. വാ. ഇപ്പോൾ സമയം 7:20 ഇതുവരെ ഇവിടെ ലൈറ്റ് പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കഴിഞ്ഞ തവണ ഞാൻ ഇവിടം വഴി ഇങ്ങനെ ഓടിച്ചു പോകുന്ന വീഡിയോ നമ്മുടെ മേഘനാഥ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും അവനെ ഒരുപാട് മിസ് ചെയ്യുന്നു. അവനും കൂടെ ഈ റൈഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പൊളിച്ചടിക്കേനെ. മിസ് യു മേഘനാഥ്. ഗൈസ്, നമ്മളിപ്പോൾ ഒരു മലയുടെ ഇടയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മല ഇങ്ങനെ ചെത്തി വണ്ടി പോകാനായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാവ്, ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ഇതുവഴിയൊക്കെ വരുമ്പോൾ. എനിക്ക് ആദ്യത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇല്ല. ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കേട്ടോ. എൻ്റെ അമ്മോ, ഇതൊക്കെ ഇങ്ങനെ മഞ്ഞൾ മൂടി നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കിയാണ്. അമ്മോ, നമ്മൾ ഇത്തവണ വന്നപ്പോൾ മഞ്ഞില്ല. ബട്ട് വി ക്യാൻ എക്സ്പ്ലോർ ലോട്ട്സ് ഓഫ് പ്ലേസസ് വിത്തൗട്ട് സ്നോ. അനോങ്കി ഫുഡ് ബ്രിഡ്ജ് എന്നാണ് ഇതിന് എഴുതിയിരിക്കുന്നത്. ഇവിടെ നിന്ന് തുരങ്കത്തിൻ്റെ പാലം ഇങ്ങനെ പണിയിടന്നുകൊണ്ടിരിക്കുന്നു. ഇതാ നോക്കി, ഈ പാലം കെട്ടിപ്പിടിച്ച് വെച്ചേക്കണെന്ന്. പാലം ഇങ്ങനെ തുരന്ന് പിടിപ്പിച്ചേക്കണ മലയിൽ. കൊള്ളാം, എൻ്റെ അമ്മ സെറ്റപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതോ നമുക്ക് അടുത്ത ഒരു ടണലും കൂടെ വന്നിരിക്കുകയാണ് ഗായ്സ്. നെക്സ്റ്റ് ടണൽ, ഐ തിങ്ക് ദിസ് ഈസ് ടണൽ നമ്പർ 6 or 7. അത് അവിടെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ടേ. അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. ഇത് ടണൽ നമ്പർ 11. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ എത്ര എണ്ണം വിട്ടുപോയി? ഇവർ തുറന്നിട്ട് നമ്മൾ കയറ്റാത്ത ഏതെങ്കിലും ടണലുണ്ടായിരുന്നോ? ഇത് 1 വേ ടണലാണ്. മറ്റേ അപ്പുറത്തുള്ള ടണൽ അപ്പുറത്താണ് കേട്ടോ. അതായത് ഇങ്ങോട്ട് വരാനുള്ള ടണൽ അപ്പുറത്താണ്. സെറ്റപ്പ് തന്നെ. അടുത്ത ടണൽ നമ്പർ 12 ഗായ്സ്. ഒരു ടണൽ വിട്ട് അടുത്ത ടണൽ. വാവ്, അടിപൊളി. ആകാശത്താമ പോലെ ടണൽ നമ്പർ 13. വാവ്, ലെറ്റ്സ് ഗോ. വാവ്, അങ്ങനെ ആ ടണലും കഴിഞ്ഞു. അടുത്തിനി ടണലുണ്ടോ അറിഞ്ഞൂടാട്ടാ, നോക്കാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇനിയും ടണൽ ഉണ്ടാവണം. ഓ മൈ ഗോഡ്, കഴിഞ്ഞ തവണ ഞാനിവിടെ വന്ന് നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്ത് നമ്മുടെ മേഘനാഥ് എനിക്ക് വേണ്ടി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തന്നത് എനിക്ക് ഓർമ്മ വരണം. ഓ മൈ ഗോഡ്, സ്റ്റിൽ ഐ മിസ് ദാറ്റ് ഗായ്. അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ. നമ്മളെ കൂടെ വരുന്ന കൂട്ടുകാരന്മാരൊക്കെ ചില സമയത്ത് നമ്മൾ വിളിച്ച അവന്മാർ വരൂല. അല്ലെങ്കിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആവശ്യമില്ലാത്ത കേസിനായാലും ഇവിടെ ആളിയാ പോകാമെന്നും പറഞ്ഞ് വഴിയും കേട്ടോ. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ? നമ്മൾ ഒറ്റയ്ക്ക് വരുന്നതിനേയും കാട്ടി കുറച്ചുകൂടെ നമുക്ക് ഫണ്ണായിട്ട് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തൊക്കെ അടിച്ച് പൊളിച്ചൊക്കെ പോകാൻ പറ്റുന്നത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളറിയാവുന്ന, നമ്മളൊപ്പം നിൽക്കുന്ന നമ്മുടെ ചങ്കുകൾ കൂടെ ഉള്ളപ്പോഴാണ്. അല്ലാതെ എനിക്ക് മിസ്സാവുന്നു ഓരോരുത്തരെയും. ഐ മിസ് മൈ ഓൾ ടീം. എൻ്റെ എല്ലാ ടീമിനും എനിക്ക് മിസ് ചെയ്യുന്നു. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ച് പൊളിക്കായിരുന്നു. വാവ്. ഇതേതാ അടുത്ത ടണൽ? വരൂ. ഓക്കെ, ഇതേതോ പഴയ ടണലാണ്. വാവ്, എൻ്റെ അമ്മച്ചിയേ, നമ്മളേതോ അന്ധകാരത്തിലേക്ക് കയറിയേ. അയ്യോ, അന്ധകാരം വിജയിക്കട്ടെ. അങ്ങനെ നമ്മൾ ആ ഒരു അന്ധകാര ടണലിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ് മച്ചന്മാരെ. ഇനി നമ്മൾ എത്താൻ പോകുന്നത് കുളു ടൗൺ ആണ് കേട്ടോ. കുളു KULLU കുളു. ഗൈസ്, അങ്ങോട്ട് നോക്ക്, ഈ മിന്നിങ് പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട. അതാണ് നമ്മളെ ഈ കാണുന്ന കുളു മണാലി ഗ്രാമങ്ങൾ കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്ക്. ശരിക്കും നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച. ഈ രാത്രി തന്നെ ഇത്രയും ഭംഗിയാണെങ്കിൽ പകൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ? കൊള്ള, അടിപൊളി. നമ്മളിനി മണാലിയിൽ എത്താനായിട്ട് ഏകദേശം 55 കിലോമീറ്റർ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് പോയിക്കൊണ്ടിരുന്നു. കുണ്ടി വേദന കാരണം ഇപ്പോൾ എണീറ്റ് നിന്ന് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. വാവ്, ഇപ്പം കുറച്ച് തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ 18 ഡിഗ്രിയിലോട്ട് എത്തിയിട്ടുണ്ട്. വാവ്, നോക്കുമ്പോൾ ചമരെ ആ മലയുടെ ഇടയ്ക്കിലേക്ക് ഇങ്ങനെ പൊത്ത് പോലെ ലൈറ്റുകൾ. അവിടെ എല്ലാം താമസമുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ ഈ മലയിലൊക്കെ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും വയറിളവി ഗൈസ് വരുന്ന ഒഴുകിയതാ വീണ്ടും നല്ല രീതിക്ക് എറിഞ്ഞു തൂറിയിട്ടുണ്ട്. എന്ത് കഴിച്ചതാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളകി പോകുന്നുണ്ട്. അയ്യോ, അറിഞ്ഞൂടേ. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് പാസ് എടുക്കേണ്ട സ്ഥലം. പക്ഷേ ഇവിടെ ആരും കാണാനില്ല. പാസ് ഇപ്പോൾ അവർ തരുന്നില്ലേ ഇല്ലേ എന്നൊന്നും അറിയാൻ വയ്യല്ലോ. പാസിൻ്റെ ആവശ്യമില്ലേ?
ആരും കാണാനില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ ആരുമില്ല, സോ നോ നീഡ് പാസ്. ഹാജി ഓക്കെ ഓക്കെ. എന്തിടാ 2 ബൈക്കിന്? हमारा साथ 3 बाइक है, 300 है ना? ओके ओके ठीक है. जी पे चलेगा, कार्ड चलेगा, कार्ड. അപ്പോൾ ഗൈസ് നമ്മൾ 3 വണ്ടിക്ക് 300 രൂപയാണ് കേട്ടോ. ഒരു വണ്ടിക്ക് 100 രൂപ പെറാന്ന് നമുക്ക് ടിക്കറ്റിന് ചാർജ് വരുന്നത്. അപ്പം ഈ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഓരോ ബൈക്കിൻ്റെ നമ്പർ അനുസരിച്ചിട്ട് ഇതാ അവർ അവിടെ നിന്ന് സ്ലിപ്പ് എഴുതി നമ്മുടെ കയ്യിൽ തരും. ഇത് നമ്മൾ കയ്യിൽ സൂക്ഷിക്കണം. അപ്പം ഇത് എന്തെങ്കിലുമൊക്കെ അവർ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലിപ്പ് കാണിച്ചു കൊടുത്താൽ മതി. നമ്മൾ മണാലിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ ബൈക്കിൻ്റെ പാസ്സാണ് കേട്ടോ. ഗൈസ് അങ്ങനെ 9:30 ആയപ്പം നമ്മൾ മണാലിയിൽ എത്തിയിരിക്കുകയാണ്. കറക്റ്റ് മണാലി എത്തിയാട്ടോ. നേരെ നമ്മൾ സാബിയുടെ റൂമിലേക്ക് പോകുന്നു, ലഗേജൊക്കെ വെക്കുന്നു, മണാലി മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുന്നു. ഓക്കെ, നമ്മൾ നേരെ സാബിർ സ്റ്റേയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ. ഇത് മണാലി മെയിൻ റോഡ്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക. കുറച്ച് അധികം വലിയ കയറ്റങ്ങളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഓഹ് കൊള്ളാം. ഈ നേരെ കാണുന്നുണ്ടോ മണാലി ഓൾഡ് മാർക്കറ്റ്. ഓക്കെ, നമുക്ക് മണാലി ന്യൂ മാർക്കറ്റിലേക്ക് പോവാം. വാവ്, ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ. 1 വർഷം മുമ്പ് കണ്ട അതേ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും. കൊള്ളാം എന്തായാലും. അപ്പം നമുക്ക് നേരെ സ്റ്റേയിലേക്ക് പോയാൽ